നമസ്കാരം. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകളെയും പച്ച നുണകളെയും ഒളിച്ചു കടത്തലുകളെയും പൊളിച്ചെടുക്കുന്ന ഒരു വലിയ വിഭാഗക്കാർക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടത് സർക്കാരിനെതിരെ വളരെ സംഘടിതമായി ഗൂഢാലോചനയിലൂടെ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, നുണകൾ പ്രചരിപ്പിക്കുക, ഇതിനെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രത്യേക താല്പര്യമില്ലാതെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗക്കാരുണ്ട്. കാര്യം ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ വസ്തുതാപരമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു വിഭാഗക്കാർ, അവരെ അംഗീകരിച്ചുകൊണ്ട്, അവരെ അഭിനന്ദിച്ചുകൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി സൽപ്രവൃത്തിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു പ്രതികരണം. മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് എല്ലാവർക്കും അറിയാം. അതിനെ നമസ്കരിക്കൽ ഒരു ഭാഗത്ത്, വക്രീകരിക്കൽ വേറൊരു ഭാഗത്ത്, തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കലും മറ്റൊരു ഭാഗത്ത്, എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ്. നവമാധ്യമ രംഗത്ത് പല പ്രവർത്തകരുണ്ട്. ആ എല്ലാ പ്രവർത്തകരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിന്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരു പറ്റം ആളുകൾ വളരെ മേന്മയേറിയ പ്രവർത്തനമാണ്. ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരും. അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത്. അവര് അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി അവർ വരുന്നതിന് നന്ദിയുണ്ട് എന്നാണ് അതിൽ പറയാൻ. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാപ്രകൾ ആ പോസ്റ്റ് വല്ലാതെ ഒരു വ്രണപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചോദ്യം ഉന്നയിച്ചത്. അതിലാണ് സോഷ്യൽ മീഡിയയിലൂടെ നിസ്തുലമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ വസ്തുതകൾ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗത്തെ അംഗീകരിച്ചുകൊണ്ടും അവരെ ചേർത്ത് നിർത്തുന്ന ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ മേഖലയിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു ഊർജമാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. കാര്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഇടപെടുന്നവരാണ്. ഞാനൊക്കെ വളരെ അതിലൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. ഇതിനേക്കാൾ അതിഗംഭീരമായ ഇടപെടുകയും സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുവിരോധത്തെ പൊളിച്ചെടുക്കാനും കൃത്യമായ ഇടപെടലോടെ സൃഷ്ടിച്ചെടുക്കുന്ന പല വാർത്തകളെയും അതേപടി ജനങ്ങളുടെ മുന്നിൽ വസ്തുതയാക്കി മാറ്റിക്കൊടുക്കാനുള്ള ആ ശ്രമത്തിന് ഒരു വലിയ ഊർജം തന്നെയാണ് ആ വാക്കുകൾ. വളരെ കൃത്യമായി പറയേണ്ടതുണ്ട്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടത് ആശയത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തീവ്രമായി പണിയെടുക്കുന്നതാണ് കേരളത്തിലെ ഗോദി മീഡിയ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ആ രീതിയിലുള്ള വ്യാജ വാർത്തകളുടെ പ്രവാഹമാണ് ഇതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. പോരാത്തതിന് ഇതിനകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട സംഘപരിവാർ അനുകൂലികൾ, അവർ പുറത്ത് ഇടതുപക്ഷമാണെന്നും മുൻ SFIക്കാരാണെന്നുള്ള രീതിയിലുള്ള ചില അവകാശവാദങ്ങളുടെ പിൻപറ്റി നിന്നാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ളവരെ മുൻനിർത്തിയുള്ള ഈ നാടകങ്ങളെ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ പ്രതിരോധമാണ്. അവരെ പലപ്പോഴും പ്രതിരോധത്തിലാക്കുന്നതും പൊളിച്ചെടുക്കുന്നതും. പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അതിനെ പൊളിച്ചടുക്കി അതിന്റെ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം, അതിനുവേണ്ടി കാത്ത് കണ്ണും നട്ടിരിക്കുന്ന വിഭാഗക്കാർക്ക് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ ഒരു ആവേശമായി മാറുകയാണ്. കാര്യം ഇന്നിന്റെ ആവശ്യമാണ് ഇടതുപക്ഷം നിലനിൽക്കുക എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ ടാഗ് ലൈൻ പോലെ ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ ഇടതുണ്ടാകണമെന്ന് പറയുന്നത് പോലെ ആ ഇടത് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് സംഘപരിവാർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാമെന്ന് ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയ വെല്ലുവിളി തീർക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു പ്രചോദനമാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിന്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് അംഗീകാരം എന്ന് പറയുന്നത്. ആ അംഗീകാരം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തിയതിലൂടെ ആ മേഖലയിൽ നിൽക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാധ്യമങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് അവരുടെ ഇരട്ടത്താപ്പുകൾ പൊളിക്കാൻ, ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ, വസ്തുതകൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർ ഈ വാക്കുകൾ കേട്ടിട്ട് ഇനി കൂടുതൽ ഊർജ്ജസ്വലരായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ വേണ്ടിയുള്ള കൃത്യമായ പ്രചോദനം തന്നെയാണ് ഈ വാക്കുകൾ എന്ന് പറയേണ്ടി വരികയാണ്.